RSS എന്ന് പറഞ്ഞ് ഞാൻ വർക്ക് ചെയ്യാനുണ്ടായ കാരണം അത് സെക്യുലർ ആണൊന്ന്. അതെനിക്ക് പറയാനുള്ള ധൈര്യക്കുറവൊന്നുമില്ല. ഇവിടെയുള്ള ആളുകൾക്ക് ആരും RSS ശാഖയിൽ പോയിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ഘോരഘോരം ഗോപിയൊക്കെ തൊട്ട് വലിയ കെട്ടൊക്കെ കെട്ടിങ്ങനെ. RSSൻ്റെ ഫ്ലാഗ് എന്ന് പറയുന്നത് ഗുരുസങ്കല്പമാണ്, ധ്വജം. അപ്പം അതവിടെ നിൽക്കുമ്പോൾ ഗുരുവിന് മുന്നിൽ പ്രണാമം ചെയ്ത് വിദ്യ അഭ്യസിക്കുന്നതാണ് ശാഖ. അവിടെ വേറൊരു രീതിയിലുള്ള ഹിന്ദുയിസവും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അല്ല, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന RSS എന്ന് പറയുന്ന അത്ര മഹത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. RSS മഹത്തരമല്ല. RSSുമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. എന്നെ ഒരു സ്കൂൾ ടീച്ചർ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്കൂൾ ടീച്ചറെ തള്ളി പറയുമോ? ഇല്ലല്ലോ. എന്നോട് RSS ഒരു മുസൽമാൻ്റെ തലയിറക്കാൻ പറഞ്ഞിട്ടില്ല, ഒരു ക്രിസ്ത്യാനിയെ ചവിട്ടിക്കൂട്ടാൻ പറഞ്ഞിട്ടില്ല. പകരം ഒരു ക്രിസ്ത്യാനിയുടെ കുർബാനയ്ക്കും ഒരു റംസാൻ പെരുന്നാളിന് വിരുന്നിന് പോയ ആളാണ് ഞാൻ. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ പഠിപ്പിക്കാത്ത ഒരു ഗുരുകുലത്തിനെ ഞാൻ എന്തിനു തള്ളി പറയണം? ഇനി അതിൻ്റെ പേരിൽ പല തീവ്രവാദികളും പലതും പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ആ വിഴുപ്പ് ചുമക്കണം? ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഓക്കെ, താങ്കളുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റില്ല. RSSനുള്ളിൽ നടക്കില്ല. RSSന്റെ പേരും പറഞ്ഞ് പലരും നടത്തുന്നുണ്ട്. അത് RSSലുള്ളവരാണ്, ശാഖയിലുള്ളവരാണ്. അത് ഞാൻ പറഞ്ഞാൽ RSS എന്ന് പറഞ്ഞാൽ എന്താണ്? ശാഖ നടത്തൽ മാത്രമാണ്. പിന്നെ അവർക്ക് സമൂഹത്തിൽ വിവിധ ക്ഷേത്രങ്ങൾ എന്ന് പറയും. ആ വിവിധ ക്ഷേത്രങ്ങളിൽ ഇടപെട്ടുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ വികസനം ഉറപ്പുവരുത്തുക, ഇത്രയേ ഉള്ളൂ പ്രവർത്തനം. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നറിയുന്ന ഒരാളാണ് ഞാൻ. ഒരു RSS വലിയൊരു പ്രചാരകനെ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഒരു സാധാരണ ആളെ പോലെ കണ്ട് സംസാരിച്ച് കാര്യം പറയാവുന്നുള്ളൂ. അതിന് ഒരു മഹത്തായിട്ടുള്ളൊരു ഓറ അദ്ദേഹത്തിന് ചുറ്റും കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഈ രാഷ്ട്രീയക്കാരുണ്ടാക്കിയ കാര്യങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ എഴുന്നേറ്റ് നിൽക്കുക പോലും വേണ്ട, നിർബന്ധമില്ല. എപ്പോഴും ഇങ്ങനെ കൈ കൂപ്പേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹവും ഞാനും നിങ്ങളും എല്ലാം സ്വയം സേവകരാണ്, വോളണ്ടിയേഴ്സാണ് ഭാരതത്തിൻ്റെ. എത്രയുള്ളൂ ഇതിൻ്റെ. ഇപ്പോൾ സ്വയം സേവകൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വോളണ്ടിയർ, കാര്യവാഹക്, സെക്രട്ടറി, സംഘചാലക്, പ്രസിഡൻറ്റ്. അതിൻ്റെ ഒരു സാൻസ്ക്രിറ്റ് ഫോമിൽ പറയണം. ഇത് ഈ പേരുകൾ പറയുമ്പോൾ എന്തിനാ പേടിക്കേണ്ട കാര്യം? പിന്നെ ചില രാഷ്ട്രീയക്കാർ ഫണ്ട് ചെയ്തുകൊണ്ട് മതപരമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ പോയി, ഞാൻ അറിഞ്ഞ, ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. താങ്കൾക്ക് അത്ര അനുഭവമില്ല എന്ന് ഞാൻ വിശ്വസിച്ച് താങ്കൾ പറഞ്ഞു. അല്ല, ഇപ്പൊ പറഞ്ഞു തീർത്ത ചില രാഷ്ട്രീയക്കാർ പോയി ഫണ്ട് ചെയ്ത് അത് പുറത്താണ് നടക്കണേന്നാ ഞാൻ പറഞ്ഞത്. ഫണ്ട് ചെയ്ത് ഇതിന്റെ പേര് പറഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ RSS എന്ന് പറഞ്ഞ സംഘടന ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ പേര് പറഞ്ഞ് പുറത്ത് ഉപയോഗിക്കുന്നു. ഇതിന്റെ താങ്കളൊരു മനസ്സിലാക്കണം. ഇപ്പം ഞാനെന്ന ഇൻഡിവിജ്വൽ ഇതിൻ്റെ അകത്ത് പോയി, ഞാൻ പുറത്തു വന്നു. ഞാനെന്ന എൻ്റെ വ്യക്തി ജീവിതത്തിൽ RSS ഇടപെടില്ല. അതും പഠിക്കണം. അപ്പം ഞാൻ അവിടെ പോയി തിരിച്ചു വന്നിട്ട് ഞാനൊരു മതവർഗീയവാദിയായി എന്ന് വെച്ചോ, അത് RSS അംഗീകരിച്ചുകൊണ്ടല്ല, ഞാൻ സ്വയം പ്രഖ്യാപിക്കുന്നതാണ്. പക്ഷേ മറ്റുള്ളവർക്കറിയാൻ ഞാൻ RSS പോയ ആളാണ്. ഞാൻ ഇതുപോലെ പറയും. ഇതുപോലെ 100 പേര് അറ്റ് എ ടൈം ഒരേ മതതീവ്രവാദം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ RSS പ്രസ്ഥാനം എന്ന് പറയുന്നത് മതതീവ്രവാദ പ്രസ്ഥാനമായിട്ട് തോന്നിപ്പോകുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അമ്പലത്തിൽ പോകാത്ത ഞാനുണ്ടായിരുന്നു എന്നുള്ളത് മറക്കരുത്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ടെമ്പിൾസ്. ഞാൻ രാമന് വരെ രാവണന് ടാറ്റു ചെയ്തിട്ടുള്ള ആളാണ്. ഇവർ ഈ പറയുന്ന ഈ വിളികളൊന്നും ഞാൻ വിളിച്ചിട്ടില്ല എന്ന് വരെ. എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ലേ? അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വോളണ്ടിയർ, ആ വോളണ്ടിയർ എന്ന നിലയ്ക്ക് അവസരം തരുന്ന ഒരു വോളണ്ടിയർ ഓർഗനൈസേഷൻ എന്നതിനപ്പുറം വേറൊന്നും അതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. പുറമേക്ക് ഞാൻ നോക്കുമ്പോൾ ഇതുമായി ബന്ധമില്ലാത്ത ആളുകളൊക്കെയാണ് നമ്മുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഗുരുജി സാഹിത്യ സർവസ്വം വായിക്കാത്ത ആൾക്കാർ ഗുരുജിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇനി ഇതിന് മതമില്ല എന്ന് അറിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എന്നിട്ട് പറച്ചിൽ കേട്ടാൽ തോന്നുന്നു ഇത് മതത്തിൻ്റെ വക്താവാണ്. ഇതെങ്ങനെ സാധ്യമാവണം? അപ്പോൾ ഞാനെപ്പോഴും പോയി കണ്ട് അനുഭവിച്ചു വരുന്ന ഒരാളാണ്. ഇനി RSS അജണ്ട, ഒരു അജണ്ടയും RSSനില്ല. ഇന്ന് വരെ എന്നോടൊരു അജണ്ട പറഞ്ഞിട്ടില്ല, ഇന്ന പോലെ വാർത്ത ചെയ്യും. ഒരു അജണ്ടയും ഇതുവരെ പറഞ്ഞില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞിട്ടില്ല. RSS മാത്രമല്ല, ഞങ്ങളോട് കേട്ടാ. ഇനി മറ്റുള്ള എൻജിനീയറിങ് നടക്കുന്നുണ്ടോ എന്നുള്ള അറിയില്ല. ഞാൻ നോക്കുമ്പോൾ ഈ ടോപ്പ് ലെവലിൽ പോകും തോറും എല്ലാ നേതാക്കന്മാരും പ്രിൻസിപ്പിൾഡാണ്.
കുറച്ചൊക്കെ അവർക്ക് ഏറ്റക്കുറച്ചിലുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഈ അടിത്തട്ടിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊരു പരിധി വിട്ട് ഡെക്കോറംസ് ഒന്നും വയലേറ്റ് ചെയ്യുന്ന ആളുകളുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തെറ്റിദ്ധാരണകളുള്ള ഈ ജീവിതത്തിൽ അതൊക്കെ മാറ്റിവെച്ച് സെലിബ്രേഷൻ്റെ ഒരു നയം സ്വീകരിച്ച് ഋതത്തിന് പകരം സത്യമെന്ന അവസ്ഥ മനസ്സിലാക്കി വളരെ ഇൻ്റലിജൻ്റായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാമൂഹിക പാത ഉണ്ടാക്കാൻ എല്ലാവരും യുണൈറ്റ് ചെയ്ത് നിന്നാൽ ദിസ് വേൾഡ് ഈസ് എ പാരഡൈസ്. അതർവൈസ് ഇറ്റ്സ് ജസ്റ്റ് എ ഹെൽ. It is all depends on your psychological perspective. And I am a man who created my hell with lot of beauty and colors. And I enjoy it. That's all. ഒന്നിനോടും വിധേയപ്പെട്ടു പോകാൻ താല്പര്യമില്ല. അങ്ങനെ അതിനുവേണ്ടിയല്ല ഞാൻ ജനിച്ചത്. I born independent, I will die independent. വിശ്വാസിയല്ലേ? എന്തിനാ വിശ്വസിക്കേണ്ടത്? വിശ്വസിച്ചിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാണ്? അമ്പലത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞു. ഒരു ആവശ്യമില്ല. കാരണം ഞാൻ ബീഫ് കഴിക്കുമോ? വേണ്ടി വന്നാൽ കഴിക്കും. കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. ബീഫിനോടൊക്കെ എതിരല്ലേ എന്ത് RSS സംഘടനയൊക്കെ? അതാണ് അവിടെ തെറ്റുപറ്റുന്നത്. പൊതുവെ ബീഫിനോട് എതിരെന്നൊരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴെങ്കിലും താങ്കൾക്ക് ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടുണ്ടോ? എവിടെയൊക്കെ ആളുകളെ തല്ലി? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതിന് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒരു ശാഖ എന്താണെന്ന് താങ്കൾ പോയാൽ അതിന് ക്രമമുണ്ട്. ആ ക്രമത്തിനപ്പുറത്തൊന്നുമില്ലല്ലോ. മാംസം കഴിക്കരുത് എന്ന് എപ്പോഴാണ് ഒഫീഷ്യൽ സർക്കുലറിൽ വന്നിട്ടുള്ളത്? എപ്പോഴാണ് വന്നിട്ടുള്ളത്? ലക്ഷദ്വീപിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു, ബീഫ് നിരോധിക്കണം. വലിയ വിഷയം ഞാൻ പറഞ്ഞല്ലോ താങ്കൾ, വലിയ വിഷയം ഉണ്ടായിരുന്നു അല്ലേ? വേറൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഒരു പ്രാദേശിക തലത്തിൽ ഒരു വിഷയം കാണുന്നു, അത് തെറ്റെന്ന് കാണുമ്പോൾ ഇടപെടുന്നു. ഇപ്പോൾ കൗ സ്ലോട്ടർ നോർത്ത് ഇന്ത്യയിൽ നടത്തുന്നുണ്ട് മനഃപൂർവ്വം. അതൊരു ഇതേപോലത്തെ ഒരു മതപ്രശ്നമാണ്. നമ്മൾ ഇന്ത്യ അനുശാസിക്കുന്നുണ്ട് ഇന്ന പോലെ നിങ്ങൾക്ക് സ്ലോട്ടർ ചെയ്ത് ഭക്ഷണം കഴിക്കാമെന്ന് അനുശാസിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു മതവിഭാഗം താമസിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് കൗ സ്ലോട്ടർ നടത്തുകയാണ്, പശുവിനെ കൊല്ലുകയാണ്. അതൊരു വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്ന ആക്ട് ആണെങ്കിൽ അത് തെറ്റാണ്. മറിച്ച് നമ്മൾ ഒരു ബുച്ചറിൻ്റെ അടുത്ത് പോകണു, നമ്മൾ 1 കിലോ മാംസം മേടിക്കുന്നു. ഇറ്റ്സ് എ ഗുഡ് പ്രോട്ടീൻ, ഹാവ് ഇറ്റ്, എൻജോയ്, ഇറ്റ്സ് എ ടേസ്റ്റി ഫുഡ്. അതിനൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ കൗ സ്ലോട്ടർ ഒരു രാഷ്ട്രീയമായി മാറിയ ചില പ്രദേശങ്ങളുണ്ട്. അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന സാമൂഹിക സംഘടനകളുണ്ട്. ആ ക്യാമ്പയിൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2 മതവിഭാഗങ്ങൾ സംഘടിക്കുന്നു എന്നതിലപ്പുറത്ത് ഈ ബീഫ് എന്ന വസ്തുവിനെ കഴിക്കരുത് എന്നൊരു നിലപാടല്ലല്ലോ അത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു നായ്ക്കുട്ടീനെ വളർത്തുന്നു, ഓമനിച്ച്. നല്ല വിശപ്പുണ്ട്, ഞാൻ അറുത്ത് കഷ്ണം വെച്ച് കഴിക്കുമോ? ഇല്ലല്ലോ. അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഒരു മനുഷ്യരോടുള്ള സ്നേഹം പോലെ തന്നെ ഒരു മൃഗത്തിനോട് ദൈവികമായി അതിനെ കാണുന്നൊരവസ്ഥയിൽ ഞാനതിനെ മനസ്സിലേറ്റിക്കൊണ്ട് നടക്കുന്ന സമയത്ത് അതിനെ വെട്ടിക്കൊല്ലുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരില്ലേ? സൈക്കോളജിക്കൽ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. അത് എന്തിനാണ് ഇത്ര വലിയ ഇഷ്യൂ ആക്കണമെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായി. ഇപ്പോൾ തീവ്രവാദം പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇന്ത്യൻ മുസ്ലിം ലവ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഇന്ത്യൻ മുസ്ലിം ഇന്ത്യനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല അതിൽ. കാരണം ഐ ഹാവ് ഗുഡ് മുസ്ലിം ഫ്രണ്ട്സ്. പക്ഷേ ഇതിൻ്റെ മുകളിലിരിക്കുന്ന ആയുധ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഉണ്ടാക്കുന്ന ക്യാമ്പയിൻ അവർ ഇൻസെക്യൂർഡാക്കുകയും മറ്റൊരു മതവിഭാഗം വടിവാളും കത്തിയെടുത്ത് വരണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യും. ആ ഇൻസെക്യൂരിറ്റിയുടെ പുറത്ത് സംഘടിക്കണമെന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇതൊക്കെ ഉണ്ട്. അതൊരു ബിസിനസ് അജണ്ടയായിട്ട്. അതർവൈസ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിൽ വിവിധ മതത്തിൽപ്പെട്ടവരില്ലേ? അപ്പോൾ അതൊക്കെ തെറ്റായിട്ടുള്ളൊരു നിലപാടാണ്. അപ്പോൾ ബീഫ് കഴിക്കണം തോന്നിയവർ ബീഫ് കഴിക്കുക, ചിക്കൻ കഴിക്കണം തോന്നിയവർ ചിക്കൻ കഴിക്കുക. ഇനി മറ്റൊരാളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവരുടെ മൃഗത്തിനെ എടുത്ത് കഴുത്തറുത്ത് കൊല്ലാതിരിക്കുക. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.